കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാത്രം ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായി 37 കൊലപാതകങ്ങൾ നടന്ന നാടാണ് കേരളം. അങ്ങനെ സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പ്, ആ സേന വെൽ എക്യുപ്ഡ് ആണോ സർ? ആ സേനയുടെ ആകെ സ്ട്രെങ്ത് PTSും കുക്കും തൊട്ട് എക്സൈസ് കമ്മീഷണർ വരെ ആകെ 5603 പേര് മാത്രമാണുള്ളത്. അങ്ങനെ മുൻപ് തന്നെ സേനയിൽ അംഗങ്ങളില്ലാത്തൊരു സേനാ സംവിധാനത്തിലേക്ക് പുതിയൊരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിച്ചിരിക്കുകയാണ് അവയർനെസ് പ്രോഗ്രാമിൻ്റെത്. അവയർനെസ് പ്രോഗ്രാം കൂടി എക്സൈസ് തന്നെ ചെയ്യേണ്ടി വരുമ്പോൾ ആ സേനയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ മാനസികാവസ്ഥ മിനിസ്റ്റർ ഒന്ന് ആലോചിച്ച് നോക്കണം. അവരുടെ അവസ്ഥ ആലോചിക്കണ്ട, മന്ത്രി അങ്ങയുടെ തന്നെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വശത്ത് ഒയാസിസ് പോലുള്ള കമ്പനികൾ വരുമ്പോൾ അങ്ങ് ബ്രൂവറിയുടെയും ലഹരിയുടെയും വക്താവായി സംസാരിക്കേണ്ടി വരും. അതേ അങ്ങ് തന്നെ ഈ ലഹരി ഉപയോഗിച്ച് ആരെങ്കിലും ആക്രമിച്ചാൽ ആ അക്രമത്തിനെതിരായിട്ട് ലഹരി ഉപയോഗിക്കുന്നവർക്ക് മുഖം നോക്കാൻ നടപടിയെടുക്കില്ല എന്ന് പറയേണ്ടതും അങ്ങ് തന്നെയാണ്. അതിനുശേഷം ഏതെങ്കിലും സ്കൂളുകളിൽ അങ്ങേ വിമുക്തിയുടെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അങ്ങ് സ്കൂളിലെ കുട്ടികളോട് പോയിട്ട് പറയണം ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന്. അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി അങ്ങയുടെ മുഖത്ത് നോക്കി അങ്ങ് കുമ്പിടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങ് എന്തു പറയും സാർ? അതുകൊണ്ട് ഈ അവയർനെസ് പ്രോഗ്രാം എക്സൈസ് വകുപ്പിൽ നിന്ന് മറ്റേതെങ്കിലും വകുപ്പിലേക്ക് എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട്.